എൻ്റെ മുന്നിൽ ഒരു കൂട്ടരേ ഉള്ളൂ, അത് ഈ സൗത്തിലെ മനുഷ്യരാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര എന്ന് പറഞ്ഞ പോലെ അനുകമ്പയോടുകൂടി, അനുതാപത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഒരമ്മ എങ്ങനെയാണോ മക്കളെ ചേർത്ത് പിടിക്കുന്നത്, കുഞ്ഞുങ്ങളെ ചേർത്ത് ഒരു കുടുംബത്തിൽ ഒരു കാരണവർ എങ്ങനെയാണോ ആ കുടുംബത്തെ കൊണ്ടുപോകുന്നത്, അങ്ങനെ സൗത്തിനെ കൊണ്ടുപോവുക എന്ന ദൈവികമായ നിയോഗമാണ്. നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. സ്ഥാനാർത്ഥികൾ നേരിട്ട് വോട്ട് ചോദിക്കാനുള്ള അവസാനത്തെ സമയമാണ്. ഇപ്പോൾ കോഴിക്കോട് സൗത്തിൽ UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബുവാണ് നമ്മൾക്ക് ഉള്ളത്. എങ്ങനെ അവസാന നിമിഷത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? വളരെ ആവേശത്തോടു കൂടി ജനം അവരുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. നമ്മളെ പ്രചാരണം, നമ്മളുടെ പോസ്റ്റർ, നമ്മുടെ ക്യാമ്പയിനല്ല, ജനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമുണ്ട്. കോഴിക്കോട് ആളുകൾ വളരെ പ്രബുദ്ധരാണ്, അവരെല്ലാം നോക്കി കാണുന്നുണ്ട്, സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറ, അവരുടെ രാഷ്ട്രീയം അവർ കമൻറ്റ് ബോക്സുകളിൽ അവർ പറഞ്ഞ് ശീലമുള്ളവരാണ്. അപ്പം എൻ്റെ പേര് ബാലറ്റ് പേപ്പറിലെ ഒന്നാമത്തെ പേരാണ്, ഒന്നാമത്തെ ചിഹ്നമാണ്. ഞാനതിനെ വളരെ നിമിത്തമായിട്ട് കാണുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് സൗത്തേർക്ക് രണ്ട് കാര്യം ചെയ്യാനുള്ളത്. ഒന്ന്, കേരളത്തെ ഒന്നാമതാക്കാൻ വോട്ട് കൊടുക്കുക, സൗത്തിനെ ഒന്നാമതാക്കാൻ വോട്ട് കൊടുക്കുക. അതിന് ബാലറ്റ് പേപ്പറിലെ ഒന്നാമത്തെ പേരിലെ ഒന്നാമത്തെ ചിഹ്നമായ ഏണിയിൽ വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് വളരെ ക്വയറ്റ് നാച്ചുറൽ, അവർ സ്വാഭാവികമായിട്ട് ആ പണി അവർ ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം. ഇതിൻ്റെ വേറൊരു സംഭവം ഞാനിവിടെ കണ്ടൊരു കൗതുകം, ഇടതുപക്ഷ സുഹൃത്തുക്കൾ വരെ ഞങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഹെയ്റ്റ് ഒക്കെ പറഞ്ഞിട്ടില്ല, വിദ്വേഷം പറഞ്ഞിട്ടില്ല. അപ്പോൾ എതിരാളികൾ, ഇപ്പോൾ ഞാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊക്കെ നല്ല പബ്ലിക് സ്പീക്കറാണ്, പ്രസംഗവേദികളിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഞാനൊരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ പ്രസംഗമൊന്നും അല്ല, നമ്മളെ മുന്നിൽ, എൻ്റെ മുന്നിൽ ഒറ്റ കൂട്ടരേ ഉള്ളൂ ഈ മണ്ഡലത്തിൽ. UDF എന്നൊക്കെ നമ്മളൊരു സൗകര്യത്തിന് ഈ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴൊരു സാങ്കേതികത്വം മാത്രമാണത്. എൻ്റെ മുന്നിൽ ഒരു കൂട്ടരേ ഉള്ളൂ, അത് ഈ സൗത്തിലെ മനുഷ്യരാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. ശരിക്കും എന്താണോ ഇന്ത്യ, അത് ഈ കോഴിക്കോടുണ്ട്, വിവിധ ജനവിഭാഗങ്ങളുണ്ട്. അപ്പം നാരായണ ഗുരു പറഞ്ഞ പോലെ ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര എന്ന് പറഞ്ഞ പോലെ അനുകമ്പയോടുകൂടി, അനുതാപത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഒരമ്മ എങ്ങനെയാണോ മക്കളെ ചേർത്ത് പിടിക്കുന്നത്, കുഞ്ഞുങ്ങളെ ചേർത്ത് ഒരു കുടുംബത്തിൽ ഒരു കാരണവർ എങ്ങനെയാണോ ആ കുടുംബത്തെ കൊണ്ടുപോകുന്നത്, അങ്ങനെ സൗത്തിനെ കൊണ്ടുപോവുക എന്ന ദൈവികമായ നിയോഗമാണ്. ഞാൻ ഇപ്പോഴാ അസ്ലമേ, നിങ്ങൾ മീഡിയ വണ്ണിൻ്റെ നമ്മളെ റോഡ് ക്രോസ് ചെയ്തില്ലേ, അപ്പം ഒരു വണ്ടിക്കാരൻ തടുത്തെത്തി. നിങ്ങൾ ആ വണ്ടിക്കാരനെ കണ്ടോ? അദ്ദേഹം ഇങ്ങനെ മാസ്ക് ചെയ്യുന്നു, ആശുപത്രിയിൽ നിന്ന് വരികയാണ്, കാലുമ്മ കെട്ടിയിട്ട് കാല് കയറ്റി വെച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ വണ്ടി അദ്ദേഹം ചവിട്ടിയിട്ട് പറയും, മോന് ഇവിടെ വാ, മോന് ജയിക്കും. ഇവിടെ അടിപിടിയും പ്രശ്നം, തല്ലും വെറുപ്പ് പറയലൊന്നല്ല ഇവിടെ വേണ്ടത്. ഇവിടെ മനുഷ്യന്മാരെ ഒന്നിച്ച് നിർത്തുന്ന ആൾ വേണം, അതിന് മോന് ജയിക്കും. എനിക്കറിയില്ല മൂപ്പര് എന്താണ് രാജ്കുമാർ എന്ന പേര് പറഞ്ഞത്, രാജേട്ടൻ. അങ്ങനെ ഒരു ഭയങ്കരമായൊരു സംഭവമാണ്. എത്ര ഇടതുപക്ഷ സുഹൃത്തുക്കൾ, നല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷക്കാർ, അവർ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നവരാണ്. ഞാനവരെ വിമർശിക്കാറുണ്ട്, പക്ഷേ അത് ഗുണകാംക്ഷയോടുള്ള വിമർശനമാണ്. CPM ഈ നാട്ടിൽ പോകണമെന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷം തകരണം നമ്മൾ ആഗ്രഹിക്കുന്നവരല്ല, ഇവിടെ അതൊക്കെ വേണം. അപ്പോൾ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായൊരു ഫീൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തെ പ്രവർത്തകർ വരെ നമ്മളോട് വന്നിട്ട് ഇത്തവണ നിങ്ങൾക്ക് വോട്ടുണ്ടാകും എന്ന് പറയുന്നൊരു അന്തരീക്ഷം കോഴിക്കോടുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് വളരെ വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. അവിടെ ഞാൻ ഭയങ്കര തുള്ളിച്ചാട് അല്ലെങ്കിൽ എൻ്റെ ഒരു മികവായിട്ടിനെ കാണില്ല. ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് പേടി വരികയാണ്, എൻ്റെ ശിരസ് കുനിയാണ്. കാരണം ആൾക്കാരെ പ്രതീക്ഷയാണത്. എനിക്കതിനനുസരിച്ച് ഞാൻ ഉയരണം. എൻ്റെ നോക്കിൽ, വാക്കിൽ, ഇടപെടലിൽ, എൻ്റെ ശരീരഭാഷയിൽ പോലും ആളുകൾക്കൊരു വിവേചനമോ ഒന്നും ഫീൽ ചെയ്യാൻ പാടില്ല. കാരണം അത്ര വലിയ സ്നേഹം ആളുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 2 പ്രായമുള്ള ആൾക്കാരെ ഞാൻ പോയി കണ്ടു ഉള്ളിൽ. അവർ 2 പേരും അവരുടെ ഫ്രാക്ചറിട്ട് കിടക്കുകയാണ്. മുകളിൽ ബോർഡ് കെട്ടിയിട്ട് ഒരാൾ താഴ്ന്ന് വീണപ്പോൾ വേറെ ആളെ മേത്തേക്ക് വീണതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ വർക്ക് ചെയ്യുന്നത്? അപ്പം അത്രയും ഭയങ്കരമായ ആംബിയൻസ് ഇതിനകത്തുണ്ട്. തീവ്രമായി ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പുതിയ കോഴിക്കോട് താങ്കൾ മുന്നോട്ട് വെച്ച വിഭാവനയ്ക്ക് പുതിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ജൻസിക്കിടയിൽ വലിയ ഒരു സപ്പോർട്ടാണ്. ഞാൻ ഇപ്പോൾ ഒരു IT ഫേം സന്ദർശിച്ച് വരിക, ഞാൻ കണ്ട ഞെട്ടിപ്പോയി. എല്ലാവരും സൗത്തരാണ്. ഈ ഒരു 20നും 28-നൊക്കെ വയസ്സിൻ്റെ ഇടയിലുള്ളവരാണെന്ന് അതിൻ്റെ MD എന്നോട് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ നമുക്ക് മിനിമം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ഫിനിഷ് ചെയ്ത മക്കൾക്ക് അവർക്ക് ലാംഗ്വേജ് വേണം.
ലാംഗ്വേജ് മസ്റ്റാണ്. നമുക്ക് അതിലൊക്കെ ഒഫീഷ്യലി നമുക്ക് IELTS TOEFL പോലുള്ള സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാം, നമുക്ക് ബ്രിട്ടീഷ് കൗൺസിൽ, കാംബ്രിഡ്ജ് പ്രോഗ്രാം, അതൊക്കെ നമുക്ക് കോഴിക്കോട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാനൊരു ജനങ്ങളിവിടെ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു MLA എന്നുള്ള നിലക്ക് നമ്മൾ വിളിച്ചാൽ കുറച്ചും കൂടി ഇവരൊക്കെ വരും. അങ്ങനെ ഉണ്ടല്ലോ, ഒരു സിറ്റിയിൽ ഇത്തരം ഏജൻസികൾ അവരെ വിളിച്ചാൽ വരും. അപ്പം നമുക്കൊരു ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ, വെസ്റ്റേൺ ആക്സെൻറ്റിൽ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുക, ഗ്ലോബൽ കമ്പനികളെ ഇവിടെ കൊണ്ടുവരിക. ഇപ്പോൾ കോഴിക്കോട്ടങ്ങാടിയിലെ ഒരു കമ്പനിക്ക് മാസത്തിൽ 4 ലക്ഷം 5 ലക്ഷം ശമ്പളം കൊടുക്കുന്നത് സാധ്യമല്ല. പിള്ളേർ എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്? അവർക്ക് 4 to 5 lakh മന്ത്ലി കിട്ടുന്ന ഒരു പാക്കേജാണ് അവർ ആലോചിക്കുന്നത്. ഒരു ഇയർലി ഒരു 1 CR, ഓൾമോസ്റ്റ് 1 CR ഒക്കെ പാക്കേജിങ് കിട്ടുമെന്നാണ് പുതിയ കുട്ടികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് MNC ഇവിടെ വരണം, മൾട്ടിനാഷണൽ കമ്പനീസ് വരണം, ഡോളറിൽ ചിന്തിക്കുന്ന, ഡോളറിൽ ശമ്പളം കൊടുക്കുന്ന കമ്പനികളിവിടെ വരണം. അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും കോഴിക്കോട് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രവണത, ഇവിടെ പുതിയ പിള്ളേരൊന്നൊരു എംപ്ലോയി പ്രൊഫൈലല്ല ഇഷ്ടപ്പെടുന്നത്, അവരൊക്കെ സ്വന്തം ബിസിനസ് തുടങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് അവർക്കൊരു ഇൻക്യുബേഷൻ സെൻറ്റർ സംവിധാനം കൊടുക്കാൻ പറ്റും. ഒരു പാഷൻ്റെ മുകളിലാണ് ആളുകൾ ഈ ബിസിനസ് തുടങ്ങുന്നത്. പക്ഷേ അതിനൊരു ഇൻക്യുബേഷൻ നമുക്ക് അതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM കോഴിക്കോടിനോട് ഞാൻ ഓൾറെഡി അനൗദ്യോഗികമായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ, ബ്രാൻഡിങ്ങിൽ, പാക്കേജിങ്ങിൽ, പ്രസൻറ്റേഷനിൽ ഒക്കെ നമുക്ക് ഇടപെട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീം ഈ പുതിയ തലമുറക്ക്, ജെൻസി കമ്മ്യൂണിറ്റിക്ക്, പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജെൻഡർ വ്യത്യാസമില്ലാതെ സൗത്ത് മണ്ഡലത്തിൽ ഒരു എൻ്റർപ്രണർഷിപ്പ് പാർക്ക് നമ്മൾ വിഭാവന ചെയ്യുന്നുണ്ട്. IIM-നോടും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT ഇവിടെ ഇവരുടെ 2 കൂട്ടരുടെയും എക്സ്പെർട്ടൈസ് എടുത്തുകൊണ്ട് പബ്ലിക്കിനും കൂടി ആക്സസ് ഉള്ള രീതിയിൽ നമ്മളൊരു ബിസിനസ് പാർക്ക്, ഒരു എൻ്റർപ്രണർഷിപ്പ് പാർക്ക് വിഭാവന ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ജെൻസി കമ്മ്യൂണിറ്റിയെയും നമ്മൾ അഡ്രസ്സ്, സമൂഹത്തിൻ്റെ എല്ലാ സെഗ്മെൻറ്റിനെയും, ഇവിടെ മത്സ്യത്തൊഴിലാളിയുണ്ട്, ഇവിടെ കയറ്റിറക്ക തൊഴിലാളിയുണ്ട്, ഇവിടെ ഓട്ടോ തൊഴിലാളിയുണ്ട്. അപ്പോൾ ഈ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. വളരെ ഗ്രാസ് റൂട്ട് മുതൽ എലീറ്റ് ക്ലാസ് വരെയുള്ള, ഇവിടെ ലയൺസ് ക്ലബ്ബുണ്ട്, റോട്ടറി ക്ലബ്ബുണ്ട്, ഡോക്ടേഴ്സ് IMA ഉണ്ട്, ഇവിടെ ആർക്കിടെക്ട്സിൻ്റെ ഏറ്റവും വലിയ ചാപ്റ്റർ ഉണ്ട്, ഇവിടെ BNI ഉണ്ട്, ഇവിടെ ജൂനിയർ ചേംബർ ഉണ്ട്, ഇവിടെ വ്യാപാരി വ്യവസായി ഉണ്ട്, ഇവിടെ എക്സ്പോർട്ടേഴ്സ് ഉണ്ട്, ഇവിടെ ബിൽഡിംഗ് ഓണേഴ്സ് ഉണ്ട്, ഇവിടെ ടിമ്പർ മർച്ചൻ്റ്, അവർ വലിയ സംഘടന എന്നോട് പറഞ്ഞു. അപ്പോൾ സമൂഹത്തിൻ്റെ അതിഗംഭീരമായൊരു മിക്സ് ഉണ്ട് ഇവിടെ. ഞാനതിന് ഭയങ്കര എക്സൈറ്റഡാണ്. നമുക്ക് എന്തെല്ലാം മേഖലയിൽ നമുക്ക് ഇടപെടാനുണ്ട്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി. പിന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ, പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ ഹെഡ്ക്വാർട്ടർ ഇവിടെയാണ്. അപ്പം ഞാനെന്തോ ചെയ്യാൻ പോകുന്നതല്ല, അഞ്ചിപ്പം മീഡിയ അവനോടൊക്കെ സംസാരിക്കുന്നത്, നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരു എന്താ പറയുക, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സ്. ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ MLA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കല്യാണത്തിനും ഇങ്ങനെ പോയി ചിരിച്ചു കൊടുക്കുക, റോഡും പാലൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു റബ്ബറിൻ്റെ നടുവിൽ ഇങ്ങനെ കത്രികയിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയല്ല ഒരു പൊളിറ്റീഷ്യൻ. ആരാണ് ഒരു ലീഡർ, ഒരു പൊളിറ്റീഷ്യൻ ആരാണ്, ഒരു MLA ആരാവണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, അയാളൊരു സോഷ്യൽ ഹീലറാകണം. സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പിയെടുക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ട്രബിൾ ഷൂട്ടർ. ആ ലെവലിൽ ഞാൻ ഈ ഫ്ലോറിലുണ്ടാകും. ഇവിടുത്തെ വിവിധ കമ്മ്യൂണിറ്റികളുടെ, നമുക്കിവിടെ തളിക്ഷേത്രമുണ്ട്, നമുക്കിവിടെ നിഷ്കാൽ പള്ളിയുണ്ട്, ഇവിടെ ക്രൈസ്തവ വ്യത്യസ്ത സഭകളുണ്ട്, അവരൊക്കെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ എന്താ പറയുക, ആ ഒരു ആവേശത്തിൽ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. ഭൂരിപക്ഷത്തെ ആൾക്കാർ ഭയങ്കര ഭൂരിപക്ഷമാണ് പറയണത്. പക്ഷേ നമ്മളൊരു ഓവർ കോൺഫിഡൻസിലേക്ക് പറയാൻ പാടില്ല, കാരണം ജനങ്ങളെ കയ്യിൽ കിടക്കുന്നതാണ്. ഇതൊക്കെ ജനമാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ജനാധിപത്യത്തിൽ ആത്യന്തികമായി ഡിസിഷൻ ജനങ്ങളെടുത്ത് തന്നെയാണ്. പക്ഷേ അവരെന്നോട്, ഫൈസൽ ബാബു എന്ന് പറഞ്ഞ ഒരാളോട്, UDF കാൻഡിഡേറ്റിനപ്പുറം അവർക്കൊരു അനുജനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കാല് കെട്ടി കാറിൽ പോകുമ്പോൾ ചവിട്ടി നിർത്തിയിട്ട് പറഞ്ഞ രാജേട്ടനെ പോലുള്ള ആളുകൾ. ഞാൻ വലിയൊരു കുടുംബ സദസ്സിൽ സംസാരിക്കുമ്പോൾ, അപ്പോൾ ഇന്നെങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ പത്മിനി ചേച്ചി എന്ന് പറഞ്ഞ അമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾക്കൊരു അനുജൻ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ സ്വീകാര്യതയാണ്. ഞാനിന്ന് നമ്മളെ ഗുജറാത്തികളിൽ ജയന്തിയേട്ടനോട് സംസാരിച്ചപ്പോൾ, ഫൈസൽ ഞാൻ കേട്ടു, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞു, ജയന്തേട്ട അത് മതി. ഞാൻ നാഷണൽ IOMൻ്റെ സെക്രട്ടറി, UDFൻ്റെ നേതാവ്, സൗത്തിൻ്റെ കാൻഡിഡേറ്റ്, പബ്ലിക് സ്പീക്കർ, ഹൈക്കോടതി അഭിഭാഷകൻ, ഇതൊന്നുമല്ല ഈ നാട്ടിൽ വർക്കാവുക. ഞാൻ MA BA സോഷ്യോളജി PhD ചെയ്യാനാകും, ഇതൊന്നുമല്ല. ഈ നാടിന് കോഴിക്കോട്ടങ്ങാടിക്ക് എന്താ വേണ്ടത്? ഈ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഗീതയിലൊക്കെ പറഞ്ഞ പോലെ ധർമ്മ സംസ്ഥാപനാർത്ഥായ, ഇവിടെ ഒരു ധർമ്മം സ്ഥാപിക്കാൻ ഈ കോഴിക്കോട് മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാളായിട്ട് ഈ മണ്ഡലം എന്നെ കാണുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷം.
എന്തായാലും വലിയ ആത്മവിശ്വാസമാണ് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയോട് പങ്കുവയ്ക്കുന്ന ഫൈസൽ ബാബു.